മെട്രോ ന്യൂസ് ചാനലിന്റെ ജനപക്ഷം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുരുഷന്മാർ കഴിവ് തെളിയിക്കുന്ന എല്ലാ തൊഴിൽ മേഖലകളിലും തന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യവും കൂടി വരികയാണ്. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും വനിതാ സംവരണവും കൂടി വരുന്നു. വനിതകൾ പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ പ്രവർത്തന മേഖലകളിലും കഴിവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഒക്കൽ പഞ്ചായത്തിലെ 6ാം വാർഡിലെ ഒരു മെമ്പർ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ ശാലീനതയും ഒത്തിണങ്ങിയ ഒരു മുഖം. വാർഡ് മെമ്പർ വിനീത സജീവനെ ഞാൻ ഈ ജനപക്ഷ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 5 വർഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഒക്കൽ പഞ്ചായത്തിലെ 6ാം വാർഡിൽ കൊണ്ടുവന്ന വിനീത സജീവനാണ് നമ്മളോടൊപ്പം ഇന്നത്തെ ജനപക്ഷ പരിപാടിയിലുള്ളത്. മെമ്പറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു 5 വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അല്ലേ? ആ ഒരു 5 വർഷത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കയറിയ സമയത്ത് കോവിഡ് രൂക്ഷമായൊരു സമയമായിരുന്നു. ആ സമയത്ത് കോവിഡ് സമയത്ത് നമുക്ക് എല്ലാ വീടുകളിലും കോവിഡ് രോഗികളെയും അതുപോലെയുള്ള എല്ലാ ജനങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ അടുത്ത് ഇടപെടാനും അവരോട് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മളൊരു RRT രൂപീകരണം ഉണ്ടായി, ഒരു ഫോഗിങ് മെഷീൻ വാങ്ങിച്ചു, പിന്നെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ടൊരു പുല്ലുവെട്ട് യന്ത്രം വാങ്ങിച്ചു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ നമ്മുടെ വാർഡിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, ദന്തനേത്ര ക്യാമ്പ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, കൂടാതെ നമ്മുടെ സർക്കാർ നമുക്ക് നൽകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി 98ഓളം പേർക്ക് നമുക്ക് എത്തിച്ച് സ്വയം ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു, അവർക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ നമ്മുടെ വാർഡിലുള്ള റോഡുകൾ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് 87 ലക്ഷം രൂപയുടെ വികസനം നമ്മുടെ വാർഡിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം പൈപ്പ് കണക്ഷൻ ഓൾറെഡി ഉണ്ടെങ്കിലും അവിടുത്തെ പൈപ്പിൻ്റെ അപാകതകൾ കൊണ്ട് അവർക്ക് എത്താത്ത സ്ഥലത്ത് പുതിയ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു. ജലജീവൻ മിഷൻ്റെ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാൻ സാധിച്ചു. നമുക്കൊരു പാടത്ത് ഒരു ഉപയോഗശൂന്യമായ രീതിയിൽ ഒരു തോട് കിടക്കുന്നുണ്ട്. ആ തോട് നമുക്ക് വലിയ ഫണ്ട് അല്ലെങ്കിലും ഉള്ള ഫണ്ട് വെച്ചിട്ട് നമുക്ക് ആ തോട് കെട്ടി സംരക്ഷിക്കാൻ സാധിച്ചു. അത് അവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. ഒക്കൽ പഞ്ചായത്തിലെ 6ാം വാർഡിലെ 5 റോഡുകളാണ് ഈ വർഷം കട്ട വിരിച്ച് നല്ല രീതിയിൽ നവീകരിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഈ ഒരു 5 റോഡാണല്ലോ നവീകരണം പൂർത്തിയാക്കിയത്. ഈ റോഡ് നമ്മുടെ സീതാറാം മിൽമ റോഡ്, അത് ഒത്തിരി പരാതികളുള്ള റോഡായിരുന്നു. അപ്പോൾ നമ്മളത് നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യത കുറവുകൊണ്ട് നമ്മൾ ഏറ്റവും മുൻപന്തിയിലെ ഏറ്റവും കൂടുതലുള്ള റോഡുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഗ്രാമസഭയിൽ പലപ്പോഴും ഉള്ള ആവശ്യത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് സീതാറാം മിൽമ റോഡ് 4 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് നമുക്ക് പണിയാൻ സാധിച്ചത്. നമുക്ക് നല്ല രീതിയിൽ അത് പണിയാൻ സാധിച്ചു. ഒക്കൽ പഞ്ചായത്തിലെ 5ാം വാർഡിലെ ആശാ വർക്കറും 6ാം വാർഡിലെ സ്ഥിരതാമസക്കാരിയുമായ വീൻസി മാഡമാണ് നമ്മളോടൊപ്പമുള്ളത്. അപ്പോൾ ഈ ഒരു വാർഡിൽ ഈ ഒരു 5 വർഷത്തെ ഒരു പ്രവർത്തനം നമ്മുടെ വിനീത മെമ്പറിൻ്റെ ഏത് രീതിയിലായിരുന്നു? ഏറ്റവും സുദീർഘമായിട്ടൊരു സേവനമാണ് വിനീത ചെയ്തിട്ടുള്ളത്. കാരണം പറയാൻ എനിക്ക് പ്രത്യേകം ഊന്നൽ നൽകാൻ പറ്റും. കാരണം കുറേ വർഷങ്ങളായിട്ട് ആശാ വർക്കർ എന്ന രീതിയിലും CDS എന്ന രീതിയിലും ഞാൻ ഭരണത്തെ നോക്കിക്കാണുന്ന ഒരാൾ കൂടിയാണ്.
അപ്പോൾ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ മാറി മാറി വരുന്ന പ്രസിഡന്റുകൾ മാറി മാറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നന്നായി തന്നെ ഒരു പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരു സ്ത്രീ എന്ന രീതിയിലും വിനീത സുദീർഘമായ സേവനങ്ങളാണ് ഈ നാടിന് വേണ്ടിയും ഈ വാർഡിന് വേണ്ടിയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും എനിക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഞാനതിനകത്ത് അനുഭവസ്ഥയാണ്. എൻ്റെ ഭർത്താവിന് ഒരു അറ്റാക്ക് വന്നപ്പോൾ വിനീതയുടെ സഹായത്തെ ഞാനത് മറന്നിരിക്കുന്ന ഒരു കാലമായിരുന്നു. അത് എന്നോട് തന്നെ ഓർപ്പിച്ച് ഞാൻ ചെയ്തിട്ട് എനിക്ക് 45,000 രൂപയോളം കിട്ടി. അത് ഈ വാർഡിലെ 75ഓളം ആളുകൾക്ക് അത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമൂഹ്യമായ ഒരു നോട്ടമില്ലാതെ വിനീത കൃത്യമായി ഓർമ്മിച്ച് പലർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡിലെ ഒരു റോഡും തന്നെ ഇനി ചെയ്യാനില്ല എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. പിന്നെ ഏതൊരു കാലഘട്ടം ഏതൊരു ആവശ്യത്തിനും കൃത്യമായ മറുപടിയും കൃത്യമായ ഒരു സേവനങ്ങൾ നൽകുന്ന ഒരു മെമ്പർ കൂടിയാണ് വിനീത. അതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. കാരണം പോരാടി തന്നെയാണ് ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ മാറി വരുന്ന കാലഘട്ടത്തിലും നമ്മൾ പോരാടി തന്നെ ഓരോ ആവശ്യങ്ങൾ ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ്. CPM-ന്റെ ലോക്കൽ സെക്രട്ടറി രാജഗോപാൽ സാറാണ് നമ്മളോടൊപ്പമുള്ളത്. സാർ, ഈ വിനീത മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഏത് പ്രവർത്തനങ്ങളാണ് ഇവിടെ നമ്മുടെ ഈ ഒക്കൽ പഞ്ചായത്ത് 6-ാം വാർഡിൽ നടപ്പിലാക്കിയിരിക്കുന്നത്? ഒക്കൽ പഞ്ചായത്തിൽ UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. CPM-നും ഇടതുപക്ഷത്തിനും ചുരുക്കം മെമ്പർമാരാണുള്ളൂ. അതിലേറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ് 6-ാം വാർഡിലെ ബിനിത എന്നുള്ളത്. ഞങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ നാട്ടുകാർക്കറിയാം. കാരണം ഈ പഞ്ചായത്തിൻ്റെ തുടക്കം മുതൽ അധികാരത്തിലിരിക്കുന്ന UDF പരസ്പരം തമ്മിത്തല്ലുകയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വീതം വയ്ക്കുന്ന രീതിയിലാണ്. 5 തവണയായി 5 പ്രസിഡന്റുമാരുണ്ടാവുന്ന സ്ഥലത്ത് 13 പ്രസിഡന്റുമാരുണ്ടായിരിക്കുന്ന ചരിത്ര തിരുത്തി കുറിച്ച പഞ്ചായത്താണ് ഒക്കൽ പഞ്ചായത്ത്. അവിടെ തികച്ചും രാഷ്ട്രീയമായി തന്നെയാണ് അവർ എല്ലാ സമയങ്ങളിലും പെരുമാറാറുള്ളൂ. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും വിവിധ ഏജൻസികളുടെ എല്ലാം എന്നുവെച്ചാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെ ഫണ്ട് കൊണ്ടുവന്ന് ഈ പഞ്ചായത്തിൻ്റെ 6-ാം വാർഡിനകത്ത് നല്ല രീതിയിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മെമ്പർ എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ പഞ്ചായത്തിനകത്ത് ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെല്ലാം വാങ്ങിക്കൊടുക്കുന്നതിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 100ഓളം ആളുകൾക്ക് ഇവിടെ വിവിധ രോഗങ്ങളായി ചികിത്സ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അവരുടെ വാർഡിനകത്ത് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ മേടിച്ചു കൊടുത്ത അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മെമ്പർ കൂടിയാണ്. അവർ പ്രത്യേകിച്ചും ഒരു അക്ഷയ സെൻറ്റർ നടത്തുന്നതുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നുവെച്ചാൽ വിവര സാങ്കേതിക വിദ്യകളെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കാൻ അതുകൂടി അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പൊതുവിൽ പരിശോധിക്കുമ്പോൾ ഈ വാർഡിൻ്റെ നല്ല വികസന ഏത് റോഡുകൾ നോക്കിയാലും അതെല്ലാം കൃത്യമായി വിലയിരുത്തി അതിനൊക്കെ ഫണ്ട് അനുവദിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തപ്പെടേണ്ട ഒരാളാണ് ബിനിത എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ഉള്ളൊരു അഭിപ്രായം. ഈ വാർഡിൽ നമ്മൾ പൊതുവെ പരിശോധിക്കുമ്പോഴും വാർഡിലെ ആളുകളുടെയും നല്ലൊരു അഭിപ്രായം, ആളുകളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു മെമ്പർ കൂടിയാണ് ബിനിത എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജൈവ കൃഷിയിൽ മികച്ച കർഷകനുള്ള പഞ്ചായത്ത് തല അവാർഡ് ലഭിച്ച MO ഫ്രാൻസിസ് ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ കൃഷി കാര്യങ്ങൾക്കൊക്കെ കൃഷിഭവനിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ഉണ്ടാവണമല്ലോ നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പം അതിന് മെമ്പറുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള സഹകരണമായിരുന്നു ഉണ്ടായിരുന്നത്? നല്ല സഹകരണമായിരുന്നു. നമ്മുടെ ഒക്കൽ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നതെങ്കിലും ആ ഭരണത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് വിനിത മാഡം വളരെ നല്ല കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതൊരു കാര്യങ്ങളും ഞങ്ങളെ നേരിട്ട് വിളിക്കുകയും അല്ലെങ്കിൽ വാട്സപ്പ് ഇട്ട് അറിയിക്കുകയും ചെയ്യും. അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് ആണത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കേൾക്കാനായിട്ട്, ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഞങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിൽ പോയി, ചിലപ്പോഴൊക്കെ ഞാൻ ഈ പഞ്ചായത്തിൽ വരാതിരുന്നിട്ട് അതിൻ്റെ റിയൽ റീസൺ പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല ഫ്രാൻസിഡ, അവിടെ പേര് ഞാൻ എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു മാനുഷികമായ നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള റോഡുകൾ അതിനൊക്കെ വളരെ നല്ല ഒരു ഷീറ്റ് എടുക്കുന്ന ഒരാളായിരുന്നു. അതോടെ ഞങ്ങളോട് വിളിച്ചു പറയും
റോഡ് സൈഡിൽ എല്ലാം ലൈറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബൾബ് മാറ്റാൻ എന്താ വരുന്നുണ്ട്, ഏതൊക്കെയുണ്ടോ ഒന്ന് ഫ്രാൻസായിട്ട് ഒന്ന് നോക്കി പറയണേന്ന്. ഇതുപോലെ നമ്മളോട് ഇടപെട്ട് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ എന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ആൾ കൂടിയാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടോ എന്നൊക്കെ ഞാൻ പല പുറം നാടുകളിൽ നിന്നും ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ഇവിടെ വരുമ്പോൾ എന്തൊരു പ്രത്യേകതയാണ്, നിങ്ങളുടെ അവിടെ രാത്രികാലം നല്ല ലൈറ്റുണ്ട്, നല്ല റോഡുകൾ, ഇതൊന്നും ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അവിടെ പഞ്ചായത്തിന്. അപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് വിനിത മാഡത്തെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ പഞ്ചായത്തിന് വളരെയധികം ആവശ്യമുള്ള, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. എനിക്ക് വേണ്ടി ഈ അവാർഡ് കിട്ടാനായിട്ട് പ്രത്യേകം എന്നെ റെക്കമെൻഡ് ചെയ്ത് കൂടി വിനിത മാഡമാണ്. ഞാൻ ഈ ഒക്കൽ പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ഒരു കുടുംബത്തിൻ്റെ നാഥനാണ്. കാര്യക്ഷമതയുള്ള ഒരു മെമ്പർക്ക് നാട്ടിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ, ഈ വാർഡിലെ ഓരോരുത്തരെയും മനസ്സിലായത് ഈ വിനിത സജീവ് മെമ്പറായി വരുന്നപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഈ വാർഡിലെ, ഈ നാട്ടിലെ എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ എത്തുകയും അത് എന്തെല്ലാം അവിടെ ചെയ്യാൻ മെമ്പർക്ക് സാധിക്കുമോ അതെല്ലാം ചെയ്തു തന്നുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി, ആ കുടുംബത്തിലെ അംഗത്തെ പോലെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മെമ്പറാണ് നമ്മുടെ വിനിത. അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യം, വളരെയേറെ മോശം അവസ്ഥയിൽ കിടന്ന റോഡുകൾ ഈ വാർഡിനോട് ചേർന്നുള്ള റോഡുകളും വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് വളരെ നിർമ്മിച്ച് നൽകിയത് വിനിതയാണ്. അത് ഈ നാട്ടുകാർക്ക് മാത്രമല്ല, പുറമിൽ നിന്ന് ഒട്ടനവധി കൂടാൽപ്പാട് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക്, വാഹനങ്ങൾ കൊണ്ടുവന്നവർക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെ ഈ വഴികളൊക്കെ ഉണ്ടാക്കി തന്നു. അതിന് വിനിതയ്ക്ക് പ്രത്യേക അഭിനന്ദനം നമുക്ക് നൽകാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ വിനിതയോടൊക്കെ കൂടെ നിന്ന് സഹായിച്ച നമ്മുടെ ജില്ലാ മെമ്പർ ടീച്ചർ ശാരദ ടീച്ചർക്ക് തന്നെ ഒരു അഭിനന്ദനം നമ്മൾ നേരുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള മെമ്പർമാരാണ് നമ്മുടെ ഈ വാർഡിന്, ഈ നാടിന് തന്നെ ആവശ്യം എന്നാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്. ഞാനൊരു നല്ലൊരു കൃഷിക്കാരനാണ്. അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ബഹുതലമുറയ്ക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ മെമ്പറാണെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള കൃഷി സഹായങ്ങളും കൃഷി ഓഫീസിൽ നിന്നാണെങ്കിലും നല്ലൊരു സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തവണത്തെ അവാർഡ് ഓണത്തിന് കേരളത്തിൻ്റെ പഞ്ചായത്തിൻ്റെ എനിക്ക് കിട്ടി. പിന്നെ വാഴ, കപ്പ എന്നിവയാണ് എൻ്റെ പ്രധാന കൃഷി. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാതെയാണ് കൃഷി ചെയ്യുന്നത്. വേറെ സ്ഥലങ്ങളിൽ പാട്ടത്തിനെടുത്തിട്ടാണ് ഈ തൊഴിൽ ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ എനിക്ക് പശു, പോത്തുകുട്ടികൾ, ഇതൊക്കെ ഇതുണ്ട്. എല്ലാത്തിനെയും നോക്കുന്നുണ്ട്. പല പല വീടുകളിലാണ് ഇത്, പറമ്പുകളിലാണ് ഇത് നോക്കുന്നത്. ഞാൻ അതനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെമ്പർ എനിക്ക് വിത്ത് തന്നിട്ടുണ്ട്, പിന്നെ ഈ വളം തന്നിട്ടുണ്ട്, പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട്. വാഴ കാറ്റ് പിടിച്ച് പോയപ്പോഴൊക്കെ എനിക്ക് മെമ്പറാണത് കൂടുതലും കൈകാര്യം ചെയ്ത് തന്നത്. കൃഷി ഓഫീസിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ട്. എല്ലാത്തിനും എന്നെ വിളിക്കും, ഞാൻ പോകാറുണ്ട്, പരമാവധി പോകും തൊഴിലിൻ്റെ ഇതനുസരിച്ചിട്ട്. ആ നേതൃത്വം ഇടപെട്ട് ആ പ്രശ്നങ്ങൾക്ക്, പ്രധാനമായിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ഇവിടെ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ മെമ്പറുടെ സാന്നിധ്യം ഫുൾ ടൈം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളെല്ലാം ഒട്ടേറെ വിലയിരുത്തിയ ഒരു കാലഘട്ടം, അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു കാലഘട്ടം ആ കോവിഡിൻ്റെ ഒരു സമയത്തൊക്കെയായിരുന്നു. നേരെ നമ്മുടെ വിനിത മെമ്പർ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അത് ഏതൊക്കെ രീതിയിലായിരുന്നു ഈ കോവിഡ് കാലത്തെ ഒരു പ്രവർത്തനങ്ങൾ? അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് അത് പത്രത്തിൽ വലിയ വാർത്തയൊക്കെ ആയിട്ട് വന്നിരുന്നു തോന്നുന്നു അല്ലേ? അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോവിഡ് സമയത്ത് നമുക്ക് കോവിഡ് വാക്സിനേഷൻ നിർബന്ധമായ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്നത്തെ പോലെയല്ല, അന്നത്തെ നമുക്ക് ഓരോരുത്തർക്കും മൊബൈലിൽ ഉള്ള ഉപയോഗം ആർക്കും തന്നെ അറിയില്ല. നമ്മുടെ കൊച്ചുമക്കളാണെങ്കിലും വലിയവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കന്ന് വാക്സിൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മുടെ വയസ്സായവർക്കൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ അവരെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
എന്താണ് ഒരു പോംവഴി, രജിസ്റ്റർ ചെയ്തവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ചപ്പോഴാണ് സ്വന്തമായിട്ടൊരു ഓൺലൈൻ കേന്ദ്രം നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങുകയും നമ്മുടെ വാർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി. അപ്പോൾ അന്നത്തെ സമയത്ത് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി കൊണ്ടു ചെന്നെങ്കിൽ മാത്രമേ ചെല്ലണമായിരുന്നു. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ നമ്മളൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനും ഓൺലൈൻ സംവിധാനവും നമ്മുടെ വീട്ടിൽ ഏർപ്പെടുത്തി. അതെല്ലാവരും വളരെ രീതിയിൽ പ്രയോജനപ്പെടുത്തി. അതോടൊപ്പം തന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഫോൺ ബില്ല്, ഫോൺ റീചാർജിങ്, അതുപോലുള്ള ഓൺലൈൻ സേവനങ്ങളും നമ്മൾ ചെയ്തു നൽകി. വണ്ടിയുടെ വാഹന ഇൻഷുറൻസ് എല്ലാം ചെയ്തു കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് കോവിഡ് സമയത്ത് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ വാർഡിൽ നമ്മളൊരു RRT ടീമിനെ രൂപപ്പെടുത്തി. ആ RRT ടീമിനെ കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത്. അവർ ഈ മരുന്നുകളൊക്കെ വീടുകളിൽ എത്തിക്കുന്നതിനും അതുപോലെ ഹോമിയോയുടെ മരുന്നുണ്ടായിരുന്നു, അത് എല്ലാ വീടുകളിലും എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ കോവിഡ് സമയത്ത് ഒത്തിരി പേർക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ, വയസ്സായവർ, കോവിഡ് വന്ന രോഗികൾ, അവർക്കൊക്കെ നമുക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അത് നമ്മുടെ ഭക്ഷണശാലയിൽ നിന്ന് ഇവർക്ക് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കാനായിട്ട് അതിന് RRT ഗ്രൂപ്പ് അംഗങ്ങളായ നമ്മുടെ മുൻ മെമ്പർ സന്തോഷ് ചേട്ടൻ, വാർഡിലെ അംഗങ്ങളായ ലിജോ പത്രോസ്, ബിജോ, സുപ്രൻ ചേട്ടൻ, അതുപോലെയുള്ള ഒത്തിരി നല്ല മനുഷ്യർ നമ്മളോടൊപ്പം ചേർന്ന് നിന്നു. അവരൊക്കെ ഇതിന് നല്ല സഹായം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എത്തിച്ചു നൽകാൻ സാധിച്ചു. പിന്നീട് നമുക്ക് കോവിഡ് വന്ന വീടുകളിൽ ശുചീകരണം എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ആശയം വന്നപ്പോഴാണ് കോവിഡ് വന്ന വീടുകളിലും നമ്മുടെ അംഗനവാടി അതുപോലുള്ള പൊതുസ്ഥലങ്ങളിലും നമ്മൾ തികച്ചും സൗജന്യമായി തന്നെ ഫോഗിങ് ചെയ്തു കൊടുത്തു. കൂടാതെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള വാർഡുകളിലെ കോവിഡ് വന്നവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെയും നമുക്ക് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം പിന്നീട് നമുക്ക് നല്ലൊരു ശുചീകരണം വേണമെന്ന ഒരു ചിന്താഗതിയിൽ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം അല്ലെങ്കിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ശുചീകരണത്തിൽ ഉൾപ്പെടാതെ ഓരോ സ്ഥലത്തും ഇച്ചിരി കാട് വരുമ്പോഴേക്കും അതിന് നമ്മുടെ ഈ RRT ഗ്രൂപ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊരു ആളെ വയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചിലവ് വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളപ്പോൾ ഒരു പുല്ലുവെട്ട് മെഷീൻ വാങ്ങി നമ്മളത് ഉപയോഗിച്ച് ഇതുപോലെയുള്ള കാട് വരുന്ന സമയങ്ങളിൽ ഈ RRT ഗ്രൂപ്പ് എപ്പോഴും നമ്മോടൊപ്പം ചേർന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോഴാണ് അങ്ങനെ ഒരു വാർത്ത നമ്മുടെ ഇതിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം. മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും മാനസിക ആരോഗ്യവും കാത്തു സൂക്ഷിക്കുവാനും യോഗ എന്തുകൊണ്ടും അനുയോജ്യമാണ്. ആയുഷ് യോഗ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഈ ആയുഷ് യോഗ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ഒത്തിരി പേർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ആയുർവേദത്തിൻ്റെ കീഴിൽ ആയുഷിൻ്റെ കീഴിൽ ഇങ്ങനൊരു യോഗ സെൻറ്റർ എല്ലാ വാർഡിലും തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങണമെന്ന് ഞാനൊരു യോഗയ്ക്ക് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഓരോരുത്തർക്കും എത്തിക്കണം എന്നുള്ള ആശയമുള്ളത് കൊണ്ടാണ് ഈ ക്ലബ്ബ്. ഞാൻ എന്നും ടീച്ചറോട് പറയും, ടീച്ചറെ നമ്മുടെ വാർഡിൽ എത്രയും വേഗം തുടങ്ങണം എന്ന് എന്നും ടീച്ചറെയും ഡോക്ടറെയും വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം തന്നെ നമുക്കിവിടെ തുടങ്ങാൻ സാധിച്ചു. ഇന്നിപ്പോൾ 15 പേരടങ്ങുന്ന ഒരു ക്ലബ്ബ് നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ഏകദേശം തീരാറായി. ഇപ്പോൾ അടുത്ത 15 പേര് നമുക്ക് റെഡിയാണ്. ഇവർ തീരുമ്പോൾ അടുത്ത ക്ലബ്ബ് തുടങ്ങാനായിട്ട് നമ്മൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇരിക്കുന്നവരെല്ലാവരും തന്നെ നമ്മളോട് നല്ല അഭിപ്രായമാണ് എപ്പോഴും പറയുന്നത്. ഞങ്ങൾക്ക് ഇതിൽ വന്നതുകൊണ്ട് ഭയങ്കരമായ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള നല്ല ഉണർവാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവർ ഈ ഓണത്തോടനുബന്ധിച്ച് ഇവർക്കൊരു നല്ലൊരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ സാധിച്ചു. അടുത്തതായിട്ട് ഇവർ ഇനി ചെയ്യാൻ പോകുന്നത് നല്ലൊരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പ്രയോജനപ്രദമായി.
ഇനി വരുന്ന ക്ലബ്ബുകാർക്കും അതുപോലെ തന്നെ പ്രയോജനപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. യോഗ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാജ ടീച്ചറാണ്. ടീച്ചർ, എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? നമ്മൾ നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലാണ്. അത് ഒക്കൽ ആയുർവേദ ഡിസ്പെൻസറി വഴിയാണ് ഞങ്ങൾ വരുന്നത്. നാഷണൽ ആയുഷ് മിഷൻ്റെ യോഗ ക്ലബ്ബാണിത്. ഇത് വാർഡ് 6-ലെയാണ്. ഇവിടെ നമ്മൾ ആഴ്ചയിൽ ഇപ്പം ആദ്യം 2 ദിവസമായിരുന്നു, ഇപ്പം നമ്മൾ 1 ദിവസം വീതമാണ് വരുന്നത്. ഇവരെല്ലാ ദിവസവും വരുന്നു, ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല പുരോഗതിയുണ്ട്. മാനസികമായിട്ടും ശാരീരികമായും നല്ലൊരു പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണിത്. അടുത്തൊരു ബാച്ച് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നു. മാനസിക ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. മെമ്പറാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഈ സ്ഥലം അതുപോലെ തന്നെ സ്ഥലം കണ്ടുപിടിച്ച് തരുന്നത് കൂടാതെ ഇത്രയും ജനത്തെയും കണ്ടെത്തി അവരെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നമുക്ക് തരുന്നത് മെമ്പറാണ്. അത് മെമ്പറുടെ പ്രയത്നം മാത്രമാണ്. ഇവിടെ യോഗയ്ക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടിയെന്നാണ് ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഒരു അഭിപ്രായം. ഏത് രീതിയിലാണ്? ഞാനിവിടെ വരുമ്പോൾ എനിക്ക് നല്ല ഷോൾഡർ വേദനയും പിന്നെ ഈ കയ്യിലെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യോഗയ്ക്ക് വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. യോഗയിൽ വന്നു തുടങ്ങിയപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും യോഗ ചെയ്യാനും യോഗയ്ക്ക് വരാത്ത ദിവസങ്ങളിൽ വീട്ടിൽ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇതാണ്. എൻ്റെ ഈ ഷോൾഡർ വേദന ശരിക്കും മാറി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. വിനീത മെമ്പറും ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണ്. ഒരുപാട് നാളുകളായി യോഗ അഭ്യസിക്കുന്നുണ്ട്. അപ്പം മെമ്പറിൻ്റെ ഒരു അനുഭവം കൂടി പറ. ഞാൻ ഇതിക്ക് മുൻപ് ഫീസ് കൊടുത്ത് യോഗയ്ക്ക് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്കിങ്ങനെ സൗജന്യമായിട്ട് നമ്മുടെ വാർഡിൽ എത്തിക്കാൻ സാധിക്കുമ്പോൾ വീട്ടിലെ അമ്മയും വന്നിരുന്നു യോഗയ്ക്ക്. ഒപ്പം അമ്മയും നമ്മൾ വെക്കേഷനിലാണ് തുടങ്ങിയത്. ആ സമയത്ത് അമ്മയും മകനും കൂടെ വന്നിരുന്നു. സ്കൂൾ തുറന്നപ്പോൾ പിന്നെ മകൻ വരാതെയായി. പിന്നെ അമ്മയ്ക്ക് ഇപ്പം ഇച്ചിരി ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വരാത്തത്. അതും വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നല്ല യോഗ അതിന് വേണ്ടിയിട്ടാണല്ലോ. നമ്മുടെ മാനസികമായിട്ടുള്ള ഒത്തിരി ടെൻഷനുകളും റിലീഫ് ആവാനായിട്ടും ഒക്കെ നമുക്ക് ഉപകരിക്കും. നല്ലൊരു അനുഭവമാണ് എനിക്ക് ഈ യോഗയിൽ നിന്നുണ്ടായത്. നമുക്ക് കിട്ടിയ ടീച്ചറും അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു ടീച്ചറാണ്. അതുകൊണ്ടാണ് ഈ ഇത്രയും കുട്ടികൾക്ക് ഇപ്പോഴും എന്നും ഇവിടേക്ക് എത്തിച്ചേരാൻ തന്നെ തോന്നുന്നത് ഈ ടീച്ചർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ യോഗ സെൻറ്റർ ഇനിയും നല്ല രീതിയിൽ നിലനിൽക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. വിദ്യാഭ്യാസ സഹായവും അതുപോലെ തന്നെ തൊഴിൽ സഹായവും എല്ലാം ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ മെമ്പർ ഏത് രീതിയിലാണ് സഹായം ചെയ്തത്? ചെയ്തു തന്നേക്കണത് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് 10-30 വർഷം കൊണ്ടായി ഇവിടെ വന്ന്. ഞങ്ങൾ തമിഴ്നാട്ടുകാരാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ അമ്മയുടെ പേരിലാണ് മേടിച്ചേക്കണത്. മേടിച്ചപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. ഭർത്താവ് മരിച്ചതുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ കൂടെ വന്ന് താമസിച്ചു. ഈ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെമ്പർ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലതാണ് ചെയ്ത് തന്നേക്കണത്. ചേച്ചി നല്ല ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തിരുന്നു. പിന്നെ സ്ഥലമായിട്ട് പട്ടയം ശരിയാക്കി തന്നിട്ടുണ്ട്. സ്ഥലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പോയി കാണണം. എന്നിട്ട് ഇനി വീടിന്റെ പണികൾക്കുള്ളത് നോക്കണം അല്ലേ? തൊഴിൽ സഹായത്തിന് തേക്കനൊക്കെ ആയിട്ട് നല്ലോണം ഇപ്പോൾ 3-4 മാസമായി വാങ്ങിച്ചിട്ട്. തേപ്പ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും. എന്നെ കൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ വീട്ടിൽ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ചെയ്യണത് അമ്മയും മോനാണ് ചെയ്യണത്. പക്ഷെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കൈ വെച്ച് ചെയ്യാൻ പറ്റാത്ത കാരണം അമ്മയും മോനും ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ അതായിട്ട് സഹായം ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിന് വേണ്ടിയായിട്ട് വിദ്യാഭ്യാസ സഹായം ചെയ്തു തന്നിട്ടുണ്ടോ? വീട് അമ്മയുടെ പേരിലാണ്. അമ്മയാണ് പഞ്ചായത്ത് ലൈഫിൽ കിട്ടിയതാണ്. മെമ്പറാണ് ശരിയാക്കി തന്നത്. ആധാരം ചെയ്തത് അത് ആധാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആധാരം ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അതതിന് മെമ്പർ ചേച്ചിയാണ് പറഞ്ഞത് ആധാറൊക്കെ ചെയ്താലേ ലൈഫിൽ നമുക്ക് വീട് അപേക്ഷിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു.
തൊഴിലുറപ്പിൻ്റെ ഒരു പ്രവർത്തനങ്ങളും സജീവമായി തന്നെയാണ് ഇവിടെ ഈ വാർഡിൽ നടക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ ഈ വാർഡിൽ, നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കധികം കുടികൾ കൂടുതലുള്ള പ്രദേശമല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. എന്നാൽ കൂടി നമുക്ക് കൂടുതൽ നമ്മൾ എല്ലാ പറമ്പുകളും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ നിയമപ്രകാരം ഒരു കുടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷത്തിന് ശേഷമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി ഇതുകൾ അനുഭവിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് തൊഴിലാളികളെല്ലാവരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെയുള്ള കനാലുകൾ, തോടുകൾ, അങ്ങനെയുള്ള വർക്കുകളാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ അതൊക്കെ മുൻകൂട്ടി ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ 100 ദിനം തികഞ്ഞ തൊഴിലാളികൾക്ക് നമ്മളെല്ലാ വർഷവും നമ്മളവരെ വിളിച്ച് ആദരിക്കാറുണ്ട്. അവർക്ക് നമ്മൾ ഒരു ആദരിച്ചപ്പോൾ ഒരു ട്രോഫി കിട്ടിയപ്പോൾ നമ്മുടെ പ്രായമായ അമ്മമാർ വളരെയധികം സന്തോഷമായിരുന്നു അവർക്ക്. കാരണം അവരുടെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനെ ഒരു സമ്മാനം അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ കുട്ടികളുടെയൊക്കെ ഒത്തിരി ട്രോഫി ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ ഒരു ട്രോഫി കൊണ്ടുവയ്ക്കുമ്പോൾ പല വീടുകളിലും ചെല്ലുമ്പോൾ നമ്മെ കാണിച്ചു തരുന്നത് മെമ്പർ തന്നതാട്ടോ ഇത്, ഞാനിവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം, നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷം. മെമ്പറായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹകരണമൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പൊട്ടി പൊളിഞ്ഞ് കിടന്ന പെരയിൽ കിടന്നപ്പോൾ മെമ്പറായിട്ടാണ് ഞങ്ങൾക്ക് ഒരു പെരയൊക്കെ കിട്ടിയത്. പിന്നെ എൻ്റെ മോക്കായിട്ട് ഇപ്പോൾ ഒരു സ്ഥലം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മെമ്പർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ആനുകൂല്യങ്ങളൊക്കെ, സത്യമായ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം മെമ്പർക്ക് ഞങ്ങൾ 100 സ്തുതിയും കൊടുക്കാൻ അങ്ങനത്തെ ആളുകൾ ഇത്രയോ പറയാനുള്ളത്. എനിക്ക് ഇത്രയും നമസ്കാരം. മെമ്പർ തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ തൊഴിൽ കുറവാണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് തൊഴിലവസരം ഉണ്ടാക്കി തരുന്നതാണ് മെമ്പർ. അത് തന്നെയുമല്ല, ഞങ്ങളുടെ ഈ 6-ാം വാർഡ് ഇപ്പോൾ 7-ാം വാർഡാക്കി. അതിനകത്ത് വീടുകൾ, സ്ഥലങ്ങൾ കുറവാണ്, തോടുകളില്ല, ഈ കനാൽ മാത്രമേ ഞങ്ങൾക്കൊരു പണിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടണം, എങ്ങനെയായാലും മെമ്പർ എന്നാലാണ് ഞങ്ങൾക്ക് പണി ഒപ്പിച്ച് കിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ മെമ്പർ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും അല്ലാണ്ടൊരു സ്ത്രീയാണല്ലോ, നമ്മുടെ എന്താവശ്യങ്ങൾക്കും വിളിച്ചപ്പം തന്നെ ആൾ കിട്ടും. അത് വലിയൊരു കാര്യമാണ്. എപ്പോൾ നമ്മൾ വിളിച്ചാലും ഇപ്പം തന്നെ തിരിച്ച് വിളിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും, അതുപോലെ എന്ത് കാര്യത്തിലും നമ്മളോട് എപ്പോഴും ഉണ്ട്. തൊഴിലുറപ്പിൻ്റെ ആണെങ്കിലും വാർഡിൻ്റെ വേറെ എന്ത് വികസന കാര്യങ്ങൾ വിളിച്ചാലും എന്താണ് ആവശ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു കൊടുക്കുകയും, നമ്മളെന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞാലും അത് അന്വേഷിച്ച് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാം കൊണ്ടും കുഴപ്പമില്ല. എല്ലാത്തിനും കൊണ്ടും സമയമൊക്കെ ഉള്ള ആളാണ്. നമ്മുടെ എന്ത് കാര്യത്തിനും ഓടി വരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഇനിയും നിന്നാലും ഞങ്ങൾക്ക് താല്പര്യം തന്നെയാണ്. എല്ലാം പിന്നെ എല്ലാം ചെയ്യും. വിളിച്ചു പറയുകയും ചെയ്യും, നമ്മളെ അറിയിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് തരും, എല്ലാം ചെയ്യും. പിന്നെ എല്ലാ ആനുകൂല്യങ്ങളും, വ്യക്തിഗത ആനുകൂല്യങ്ങളും എല്ലാവരും അറിയിക്കാറുണ്ട്. ഗ്രാമസഭകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോണത്. അവിടെ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബോധിപ്പിക്കും. എന്തൊക്കെ ആനുകൂല്യങ്ങളാണുള്ളത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണിത് എത്തിക്കേണ്ടത്, അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിലെ പാകപ്പിഴകൾ മാത്രമേ ഉള്ളൂ, കൊണ്ട് എത്തിക്കാത്തതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. കുഴപ്പമില്ല, എല്ലാം കൊണ്ടും നല്ലൊരു ഭരണം തന്നെയാണ്. 6-ാം വാർഡിലെ മെമ്പർ വിനീത മെമ്പർ, എൻ്റെ മോൻ വികലാംഗിയാണ്, 39 വയസ്സായി. അതിക്ക് മുമ്പ് നിന്ന ഒരു മെമ്പർമാരും ആധാർ കാർഡ് എടുത്തിട്ടുണ്ടായില്ല. വിനീത മെമ്പർ അവന് ആധാർ കാർഡ് എടുത്തു തന്നു 2 ആഴ്ച മുൻപ്. പിന്നെ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ മെമ്പറിന്റെ ഭാഗത്ത് നിന്ന്? മെമ്പറിന്റെ ഇവിടെ നല്ല പ്രവർത്തനങ്ങളാണ്. തൊഴിലുറപ്പിനൊക്കെ നല്ല സഹകരണവും എല്ലാ ഇതുണ്ട്. കിടപ്പ് രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും എല്ലാം വീടുകളിൽ പോയി അവർക്കൊരു ബാങ്ക് മിത്ര പദ്ധതിയിലൂടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനുമുള്ള സജ്ജീകരണങ്ങൾ കൂടി മെമ്പർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാങ്ക് മിത്രയെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ്? നമുക്ക് കിടപ്പിലായവർക്ക് ബാങ്കിൽ പോയി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ ആധാർ വെച്ചിട്ട് നമുക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിൻവലിക്കാനും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് അവരുടെ വീടുകളിൽ വന്ന് അവരുടെ ആധാർ വെച്ച് നമ്മൾ പൈസ പിൻവലിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
ഈ വാർഡിൽ എത്ര പേരുണ്ട് അങ്ങനെ 5-10 പേർക്ക് നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വീടുകളിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പലരും വന്ന് നമ്മളെ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു സഹായമാണ്. എൻ്റെ 2 മക്കളും ഒരേപോലെ വയ്യാത്തവരാണ്. മൂത്ത മോൻ കിടന്ന കിടപ്പാണ്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ, അതിൻ്റെ ഫോം തരാൻ, എന്തെങ്കിലും സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തു തരാനും ഒക്കെ ഞങ്ങൾക്കൊരു വേണ്ടപ്പെട്ട മെമ്പറാണ് ഞങ്ങളുടെ വിനീത മെമ്പർ. മറക്കാൻ പറ്റില്ല, എപ്പോഴും ഓർമ്മയിലുണ്ടാവും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ മേടിച്ച് തന്നു. പിന്നെ ചികിത്സയ്ക്ക് വേണ്ട ഓരോരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരും. ഒരു മൂത്ത മോൻ തീരെ കിടപ്പ, ഇവൻ പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ച് നടക്കും. അങ്ങനെയാണ്. വേറൊരു മെമ്പറാണ് എല്ലാത്തിനും സഹായം ചെയ്തു തന്നു. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിനും ഒക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നു. പെൻഷൻ്റെ ഏറ്റവും ഇതായിട്ട് പെൻഷൻ എല്ലാ മാസവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് കൊടുക്കുന്ന മാസങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വീട്ടിൽ വന്നാണ് ഞങ്ങൾ പെൻഷനൊക്കെ എടുക്കണം. അല്ലാതെ എനിക്ക് ഇവരിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്നാണ് ചെയ്തു തന്നെ. നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക്. ഈ റോഡിന്റെ നേരത്തെ അവസ്ഥയും ഇപ്പം ടൈലൊക്കെ വിരിച്ച് മനോഹരമാക്കിയതും. നേരത്തെ മൺറോഡായിരുന്നത്, ഇപ്പോൾ ടൈലൊക്കെ ഇട്ട് നല്ല ഞങ്ങളുടെ 6-ാം വാർഡിലെ മെമ്പർ പിന്നെ അതുപോലെ ഉൾപ്പെടുത്തിയാണ് ഇത് ചെയ്തത്. മെമ്പറുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നടക്കും. ഞാൻ 6-ാം വാർഡായിട്ട് ഇപ്പോൾ 7-ാം വാർഡായി. 6-ാം വാർഡായിരുന്നു. ഒരുപാട് വീട്ടുകാർക്ക് പ്രയോജനകരമായില്ലേ? ഞങ്ങളുടെ ഈ റോഡ് മണ്ണ് റോഡായിരുന്നു. ഞങ്ങൾക്ക് മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ റോട്ടിൽ കൂടെ പോകാൻ. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് പറ്റാവുന്ന വേഗത്തിൽ ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തന്നു. രാത്രി വെട്ടമില്ല, പിള്ളേർ ഓടി നടക്കുന്ന വഴിയാണ്. ഞങ്ങൾക്ക് വെട്ടത്തിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞങ്ങൾക്കത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വേഗം എല്ലാ ലൈറ്റുകളൊക്കെ ഇട്ട് തന്ന് ചെയ്തു തന്നു. ഞങ്ങൾക്കിവിടെ എല്ലാ വീട്ടിലേക്കും കുടിവെള്ളത്തിൻ്റെ എല്ലാം സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഞങ്ങളുടെ വാർഡിലുണ്ടായിരുന്നത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. മന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ മേടിച്ചു എന്ന് കേട്ടല്ലോ. അത് എന്ത് പുരസ്കാരമാണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ലഭിച്ചത്? അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഓരോ വാർഷികത്തിനും നമ്മൾ ഓരോ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നമ്മുടെ സെൻറ്ററിൽ വെച്ച് എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പോൾ നമ്മളിത് മെമ്പറായതിന് ശേഷം അതിനി നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന രീതിയിൽ നമ്മൾ പിന്നീട് എല്ലാ വർഷവും ഇതുപോലെ ഓരോ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ വാർഡിൽ നടത്താറുണ്ട്. ആദ്യം തന്നെ നമ്മൾ നടത്തിയത് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പാണ്. അതിൽ നിന്ന് നമുക്ക് നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി പ്രശ്നമുള്ള 1-2 പേർക്ക് മുത്തൂറ്റുമായിട്ടാണ് നമ്മളന്ന് സഹകരിച്ച് ആ ക്യാമ്പ് നടത്തിയത്. അവർക്ക് സഹായം കൊടുക്കുകയും അവർക്ക് ചികിത്സാ സഹായം ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ അടുത്തൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ദന്തനേത്ര ചികിത്സാ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 10-28ഓളം പേർക്ക് നമുക്ക് തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിന് നമുക്ക് ഇത്തിരി സാമ്പത്തികം ആവശ്യമായിട്ട് വന്നു. അന്നത്തെ സാമ്പത്തികം നമുക്ക് ചെയ്തു തന്നത് കോടനാട് സർവീസ് സഹകരണ ബാങ്കായിരുന്നു. അന്ന് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായിട്ട് മരുന്നും ശസ്ത്രക്രിയ വേണ്ടവർക്ക് ശസ്ത്രക്രിയ അന്ന് ചെയ്തു തന്നത് അമൃത ഹോസ്പിറ്റലാണ്. അവർ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അവർ ഇവിടെ വന്ന് രോഗികളെ അവരുടെ ബസ് വന്ന് അവരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവർക്ക് കൂടെ പോകുന്നവർക്കുള്ള ഫുഡും അക്കോമഡേഷനും എല്ലാം അടക്കം നമ്മുടെ ഇവിടെ കൂടാൽപ്പാട് വന്ന് അവരെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം തിരിച്ച് ഇവിടെ കൊണ്ടെത്തിച്ച് ഉള്ളൊരു പ്രവർത്തനം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം നമ്മൾ വെച്ച ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ്. അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വയ്ക്കുമ്പോൾ നമ്മളോട് അവർ പറഞ്ഞായിരുന്നു ഒരു കോട്ട തികച്ച് ആളുണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഞങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിന് സമ്മതിച്ചു. അപ്പോൾ നമുക്കതിന് ഏറ്റവും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്തു തന്ന് നമ്മുടെ പള്ളിയിലെ വികാരി പോൾ മനമ്പിള്ളി അച്ഛനോട്
ഞാനിങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, വിനീത ഒന്നുകൊണ്ടും പേടിപ്പിക്കേണ്ട, ഇപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു അച്ഛനാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ഗ്രാമസഭയാണെങ്കിലും അവിടെ പള്ളിയിലെ ഇതിൽ വെച്ചാണ് നമ്മൾ നടത്താറ്. അപ്പോൾ അച്ഛനോട് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് നമ്മളവിടെ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ ചെല്ലുമ്പോൾ അച്ഛൻ നമ്മളോട് പറയും, അത് നല്ല കാര്യം എന്താ, ഞാനത് പള്ളിയിൽ ഓരോ കുർബാന കഴിയുമ്പോൾ ഇങ്ങനൊരു പറഞ്ഞോളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ ഒരു ജനപ്രളയം തന്നെയാണ് നമുക്ക് അന്ന് ഉണ്ടായത്. അച്ഛൻ്റെ ആ ഒരു വാക്ക് മാനിച്ചുകൊണ്ട് ഒത്തിരി പേര് അന്ന് ആ ക്യാമ്പിൽ എത്തിപ്പെട്ടു. നമ്മുടെ അവർ പറഞ്ഞ കോട്ടയും കഴിഞ്ഞ് ആളുകൾ എത്തി. അപ്പോൾ അവർ ഇനി നമ്മുടെ കയ്യിൽ സാധനം ഇല്ല, ഇനി ആരും വരണ്ട എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൽ സാന്ത്വനം ജീവകാരുണ്യ കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മ പുതിയതായിട്ട് രൂപം കൊണ്ടിരുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് പല വാർഡിലെ അംഗങ്ങൾക്കും സമീപ പ്രദേശത്തുള്ള അംഗങ്ങൾക്കും പല സഹായങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് കൂടെ ഒപ്പം നിന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാന്ത്വനം ജീവകാരുണ്യ കൂട്ടായ്മയുടെ വാർഷികം 1ാം വാർഷികത്തിൽ ഇങ്ങനെ ഒരു ആതുര സേവനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവാർഡിനായിട്ട് ക്ഷണിച്ചത്. മന്ത്രി കടകംപള്ളി രാമചന്ദ്രൻ സാറാണ് അന്ന് ആ അവാർഡിനായിട്ട് വന്നത്. അതിൽ നിന്ന് മന്ത്രിയുടെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് മേടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായത്. കൂടാതെ നമ്മൾ മറ്റേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നമ്മുടെ വാർഡിലെയും സമീപ പ്രദേശത്തുള്ളവർക്കും വേണ്ടി ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. ഒരു 98ഓളം പേർക്ക് നമുക്ക് ആ സഹായം മേടിച്ചു കൊടുക്കാൻ സാധിച്ചു. അതിൽ ഏറ്റവും നമുക്ക് ഇതുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു രോഗി മരിച്ചുപോയി, അവർക്ക് പെട്ടെന്ന് കോവിഡ് വന്ന് ആ ഒരു രോഗി മരിച്ചതിന് ശേഷമാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് എത്തിയത്. ക്യാഷ് എത്തിയവർ എടുക്കാനായിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, മരിച്ച ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ വന്ന പൈസ പിൻവലിക്കാൻ സാധിക്കില്ല, അത് ഞങ്ങൾക്ക് തിരിച്ചയക്കാനേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്നോട് സമീപിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങളത് പെട്ടെന്ന് അത് അങ്ങടേക്ക് തിരിച്ചയക്കല്ലേ, ഞാനതൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കേരള സർക്കാർ നമ്മോടൊപ്പമുണ്ട്. എന്തിനും നമുക്കൊരു കൈത്താങ്ങാകല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത്രയും അടുത്തുണ്ട് എന്ന് തെളിയിച്ചൊരു സംഭവം കൂടിയാണത്. ഞാൻ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫോൺ മുഖേനയും ഇമെയിൽ വകേനയും ബന്ധപ്പെട്ടു. എനിക്ക് അതിനൊപ്പം തന്നെ മറുപടി ഉണ്ടായി. ആ ഫണ്ട് അവർക്ക് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളൊരു ലെറ്റർ എനിക്ക് അപ്പോൾ തന്നെ അയച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, അത് ബാങ്കിലെ മാനേജർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലെ മാനേജറുടെ മെയിൽ ഐ ഡിയും ബാങ്കിൻ്റെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും അയച്ചു കൊടുക്കുകയും ആ ഒരു റിപ്പോർട്ട് ബാങ്കിലേക്ക് എത്തിച്ചു കൊടുത്ത് അവർക്ക് ആ പൈസ പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടി. ഇപ്പം മെമ്പർക്ക് ഈ ഒരു 5 വർഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ 5 വർഷ കാലയളവിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഒരു ജില്ലാ മെമ്പറുടെ ഒരു 10 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ പരിധിയിലുള്ളതല്ല, പക്ഷേ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരുന്നു നമ്മുടെ പള്ളി, നമ്മുടെ അംഗൻവാടി, നമ്മുടെ സ്കൂള്, LP സ്കൂള്, നമ്മുടെ പള്ളി പാരിഷ് ഹാള്, മിൽമ ഡയറി, ഇതിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡ്, അതിൻ്റെ 2 ചപ്പാത്തും ആകെ എന്താ പറയുക, ഭയങ്കരമായ മോശമായ രീതിയിലായിരുന്നു. പലപ്പോഴും നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ സൈക്കിളിൽ വന്നു കഴിഞ്ഞാൽ ആ കുഴിയിൽ ചാടി വീഴുന്ന ഒരു സാഹചര്യം. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ താഴെ ഇടിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് കയറി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ നമ്മൾ ആ ഫണ്ട് നമ്മൾ വേറൊരു പദ്ധതിക്കായിട്ട് വെച്ച ഫണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു വാർഡല്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം അതാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആവശ്യം വന്നപ്പോൾ നമ്മൾ ആ ഫണ്ട് അവിടേക്ക് വെച്ച് ആ റോഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അത് തീരുമാനിച്ചപ്പോൾ നമ്മുടെക്കെതിരെയുള്ള എന്താ പറയുക ദുഷ്ശക്തികൾ, 6ാം വാർഡിലെ മെമ്പർ എന്തിനാണ് ഇവിടുത്തെ റോഡ് വന്ന് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ ആ വികസന പ്രവർത്തനങ്ങൾ അന്ന് JCB വന്ന് ഇത് തുടങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിൽ പായ വിരിച്ച് പുള്ളി അവിടെ കിടക്കാണ്, ഇവിടെ റോഡ് പണിയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പുള്ളി അങ്ങനെ ഒരു
പ്രവർത്തനം കാഴ്ചവെച്ചത്. അത് പുള്ളിയുടെ സ്വന്തമല്ലാന്ന് തോന്നുന്നു. പുതിയ രാഷ്ട്രീയ പക തീർക്കുന്നതിന് വേണ്ടി നമ്മളോട് ചെയ്തൊരു ഇതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് ആ റോഡ് ആവശ്യമായിരുന്നു, അത് വേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം നമ്മോടൊപ്പം നിന്നതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ തീർക്കാനായിട്ട് സാധിച്ചു. ആ പുള്ളിയുമായിട്ട് ഉള്ള കേസ് അത് കേസിൻ്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടുകാർ നമ്മളോടൊപ്പം നിന്നതുകൊണ്ട് നമുക്ക് ആ റോഡ് നല്ല വികസനം ചേർത്ത് വയ്ക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ഈ വാർഡിൽ നമുക്ക് ഈ 5 വർഷം കൊണ്ട് 87 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. പല പല റോഡുകളായിട്ട് നമുക്കത് റോഡുകളായിട്ടും കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിലേക്കായിട്ടും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യത്തിലേക്കായിട്ടും ഒക്കെ നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് അത്രയും വികസനം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. മെമ്പറുടെ ഫാമിലിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹസ്ബൻഡ് എല്ലാ പിന്തുണയും നൽകി, ഹസ്ബൻഡ് ഒപ്പമുണ്ട്. അതുപോലെ തന്നെ അമ്മ, 2 മക്കള്. എങ്ങനെയുണ്ട് ഒരു മെമ്പർ എന്ന നിലയിൽ? നമ്മൾ ജനങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടു. നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. നല്ല വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു 5 വർഷം കാഴ്ചവെച്ചതെന്ന്. ഇനി ഹസ്ബൻഡ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? പക്ഷെ എൻ്റെ പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് സജീവൻ. ഭാര്യ എന്ന നിലയിൽ എൻ്റെ കുറേ സമയം ഞങ്ങൾക്ക് കിട്ടേണ്ട സമയങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ വിഷമം എന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് അത് ശരിയാക്കി കിട്ടിയിട്ടോ ഇത് ചെയ്തിട്ടോ എന്നൊക്കെ ജനങ്ങൾ പറയണ കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം ഒന്ന് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഇച്ചിരി നഷ്ടപ്പെട്ടാലും അവർക്ക് ഒരു ഗുണകരമായിട്ട് ചെയ്യാൻ സാധിച്ചുല്ലോ. അതോർക്കുമ്പോൾ സന്തോഷമുണ്ട്. മക്കള് മൂത്താള് +1, അദ്വൈത് ഇളയാള് 7th പഠിക്കുന്നു. അമ്മയ്ക്ക് സ്വന്തമായിട്ടൊക്കെ പഠിച്ചോളൂ. അവരുടെ വലിയ കുഴപ്പമില്ല. എന്നാലും സമയം കണ്ടെത്തി അവള് തന്നെയാണ് കൂടുതലും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അവള് തന്നെയാണ് സമയം കണ്ടെത്തി അത് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് ഒപ്പമുണ്ട് അല്ലേ? പിന്നെ എല്ലാത്തിനും കെയർ ചെയ്യാൻ എല്ലാത്തിനും സപ്പോർട്ടാണ്. എല്ലാം അവൾക്ക് വേണ്ടി അവൻ ചെയ്തു കൊടുക്കും. എന്തിനു വേണ്ടി അവൾക്ക് ഇപ്പോൾ എല്ലായിടത്തും പോകണ്ടെങ്കിൽ തന്നെ വിളിച്ചാകുമ്പോൾ അവൻ എല്ലാ അടുക്കളയിൽ കിടന്നൊക്കെ കൂടി ഞാൻ എനിക്ക് പണിയെടുക്കാൻ അങ്ങനെ വല്ല എന്നാലും അവനും കൂടി അപ്പം ഞാനും കൂടി എല്ലാം ഇന്തേ വരെ 5 വർഷം. പിന്നെ ഇവിടെ റോഡ് പണിതപ്പോൾ ഞങ്ങളെ പിക്കരിച്ച് റോഡ് വട്ടം കിടക്കലും ഭയങ്കര ഒരാൾ ഈ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്താണ്. അതിനാൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഇന്ന വരെ എൻ്റെ മോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ അങ്ങോട്ട് ഞങ്ങളെല്ലാത്തിനും സഹകരിച്ച് എൻ്റെ മോൻ അതിനെല്ലാത്തിനും നല്ല കൂടെയുണ്ട്. പൂർണ്ണ പിന്തുണ നൽകി ഫാമിലി ഒപ്പം തന്നെയുണ്ട്. ഹസ്ബൻഡ്, മക്കള്, അമ്മ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നൽകുന്നത്. ഒരു ജനപ്രതിനിധി എന്നാൽ എന്താവണമെന്നത് ജി മെമ്പറെ കണ്ടു പഠിക്കണമെന്നാണ് പലരും നമ്മളോട് പറഞ്ഞത്. അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു 5 വർഷവും ഇവിടെ കാഴ്ചവെച്ചത്. പിന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സുഖമില്ലാത്തവർക്ക് അതുപോലെ കിടപ്പ് രോഗികൾക്കൊക്കെ വീടുകളിൽ പോയാണെങ്കിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം മെമ്പർ സജീവമാണ്. ഏതായാലും കുടുംബത്തും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലും എല്ലാം മെമ്പർ നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇതുപോലുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ജനപക്ഷം പരിപാടിയിൽ ഇതുപോലൊരു മെമ്പറെ ലഭിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷം. ഇതോടുകൂടി ജനപക്ഷം പരിപാടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.